ഹായ് ഓൾ, ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ. അപ്പോൾ യൂഷ്വലി അബായാസ് ഇടുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഒരുങ്ങുന്നതെന്ന് കാണാം. വലിയ മേക്കപ്പ് കാര്യങ്ങളൊന്നുമില്ല. മുമ്പൊക്കെയെന്ന് വെച്ചാൽ ഫൗണ്ടേഷൻസോ കൺസീലേഴ്സോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു BB ക്രീമോ CC ക്രീമോ പോലും ഇല്ലാണ്ട് പുറത്തിറങ്ങാത്ത ഒരാളായിരുന്നു ഞാൻ. കാരണം എനിക്ക് പിമ്പിൾസ് ഉണ്ടായിരുന്നു, പിമ്പിൾ മാർക്സ് ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. പക്ഷെ എന്നാലും മുമ്പത്തെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഐറ്റംസ് ഒന്നും യൂസ് ചെയ്യാണ്ട് ഇറങ്ങത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ പ്രോപ്പർലി സ്കിൻ കെയർ ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായ ഒരു കാര്യമുണ്ട്. ഈ പറഞ്ഞ കോമ്പാക്റ്റിനെക്കാളും ഫൗണ്ടേഷൻസിനെക്കാളും എന്തുകൊണ്ടും ബെറ്റർ സ്കിൻ കെയർ ചെയ്യുന്നത് തന്നെയാണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം എൻ്റെ കറണ്ട് റൂട്ടീനാണിത്. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുക, പിന്നെ എന്തെങ്കിലും കാജലോ അങ്ങനെ എന്തെങ്കിലും ഇടുക. കാരണം ഉറക്കം തൂങ്ങിയ ലുക്ക് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു കാജൽ ഇടുക. ചിലപ്പോൾ വിങ് ലൈനർ ആയിരിക്കും. നോർമലി കാജൽ ഇടുമ്പോഴത്തേക്കും നല്ല ഈ ഡാർക്ക് സർക്കിൾസ് വരുന്ന പോലെ ഫീൽ ചെയ്യുന്നത് കൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ലൈൻ ചെയ്യുന്നത് കുറവാണ്, ടൈറ്റ് ലൈൻ ചെയ്യുന്നത് കുറവായിരിക്കും. പിന്നെ മസ്റ്റായിട്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ എൻ്റെ 2 ഷെയ്ഡ്സ് ഉണ്ട്. ഒരെണ്ണം ലാക്മേ, ഒരെണ്ണം മെബലിൻ്റെ തന്നെ ഷെയ്ഡാണ്. പക്ഷേ എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മെബലിൻ്റെ ഷെയ്ഡാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് സൺസ്ക്രീൻ ഇടാൻ മറന്നുപോയി. അപ്പോൾ മോർണിംഗ് ആണെന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യും. പുറത്ത് പോവാണ്, വൈകുന്നേരം ആണ് എന്നുണ്ടെങ്കിൽ സൺസ്ക്രീൻസ് ഒന്നും യൂസ് ചെയ്തില്ല, ജസ്റ്റ് മോയ്സ്ചറൈസർ ചെയ്യും. അഥവാ ഇനി ഞാൻ ഓൾറെഡി സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ മോയ്സ്ചറൈസറും യൂസ് ചെയ്യാറില്ല. വോയിസ് ഓവറിനിടയിൽ എൻ്റെ മോനോട് ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത്. പിന്നെ നെക്സ്റ്റ് അബായ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇപ്പോൾ യൂഷ്വലി പുറത്ത് പോകുമ്പോൾ കൂടുതൽ അബായാസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. കാഷ്വൽസ് യൂസ് ചെയ്യാറുണ്ട്, അബായാസ് യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ മെജോറിറ്റി അബായാസ് ആയിരിക്കും. ഞാൻ എപ്പോഴും ലൂസ് ഷോൾസ് പ്രിഫർ ചെയ്യുന്ന ആളാണ്. പക്ഷേ അബായ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ചുറ്റി ഇടുന്നതായിട്ടാണ്. കാരണം അതാകുമ്പോഴത്തേക്ക് നമ്മൾ പിൻ ചെയ്താൽ ആ ഒരു പൊസിഷനിൽ തന്നെ ഇരിക്കും. ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ബ്രൗൺ കളർ മാഗ്നറ്റിക് പിൻ ഭയങ്കര യൂസ്ഫുള്ളാണ്. കാരണം നമ്മൾ ഒരിടത്ത് സ്റ്റിക്ക് ചെയ്താൽ അത് അവിടെ തന്നെ ഇരുന്നോളും. പിന്നെ ഷോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും എന്നുള്ളൊരു പേടി വേണ്ട. അപ്പം ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല ഈ ചുറ്റി കെട്ടാനായിട്ട്. ഒരുവിധമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ മസ്കാര യൂസ് ചെയ്യാറുണ്ട്. മസ്കാര പക്ഷേ ഇപ്പം എൻ്റെ മോനെടുത്ത് കളഞ്ഞതുകൊണ്ട് അത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യാത്തത്. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വിങ് ലൈനർ പ്ലസ് മസ്കാര ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങൾ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവരും ഒന്ന് കമൻറ്റും കൂടെ ചെയ്തോളൂ, ചാനൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.